വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതില് വിഷ്ണു രാത്രി ഇങ്ങനെ മുകളിലെ നിലയിൽ നിൽക്കണേ. അപ്പോഴായിരിക്കും പപ്പി അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതല്ലോ. ഇതേ സമയം സത്യഭാമ വിഷ്ണുവിനോട് സംസാരിക്കണേ. വിഷ്ണു ഇപ്പോ ഭക്ഷണമൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ, ഒന്നാമത് പനി വന്ന ക്ഷീണവും. അങ്ങനെ ശാലിനിയെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സത്യഭാമ വന്നിട്ട് പറയും, ഈ അമാവാസിക്കുള്ളിൽ നിനക്ക് ശാലിനിയെ കണ്ടെത്താനായില്ലെങ്കിൽ അവൾക്കുള്ള ഡിവോഴ്സ് പേപ്പറിലെ ഒപ്പിട്ട് തരേണ്ടി വരും. ഇത് കേൾക്കുമ്പോ പെട്ടെന്ന് വിഷ്ണു ഞെട്ടുന്നുണ്ടെങ്കിലും വിഷ്ണു സമ്മതിക്കുകയാണ്. ഞാൻ തയ്യാറാണമ്മേ, ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും ഞാൻ ശാലിനിയെ കണ്ടെത്തും എന്നൊക്കെ പറയുന്ന നിൽക്കുമ്പോ സത്യഭാമയ്ക്ക് അതിലൊരു പുച്ഛാണ് തോന്നുന്നത്. ഒരിക്കലും ശാലിനിയെ കണ്ടെത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഭാമയ്ക്കുണ്ട്. ഇതൊക്കെ പപ്പിമോളും അതുപോലെ രാഘവേട്ടനും കേട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇതേ സമയം ശാലിനി വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് ശാരദാമ്മയോട്. അപ്പൊ സത്യമ്മ പറയും, സത്യഭാമനെ കുറിച്ചാ പറയുന്നത്, അവരെ സംബന്ധിച്ച് നീ അവരുടെ ശത്രു മാത്ര, ആ ജന്മ ശത്രു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാലിനി പറയും, ഇതുവരെ കാണാത്തൊരു കുഞ്ഞ് വിഷ്ണുവേട്ടന്റെ ആണെന്ന് സത്യാമ്മ അംഗീകരിച്ചു തരില്ല എന്ന് കേൾക്കുമ്പോ ശാരദാമ്മ ഇപ്പൊ ഒന്നുകൂടെ പേടിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് പപ്പി മോള് ഹോളിലെ ആ ഫാമിലി ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കും, ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റിക്കർ ഇങ്ങനെ എടുത്തു മാറ്റാൻ ഇങ്ങനെ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ പപ്പിമോളിനെ ആ ഫോട്ടോ കാണുന്നുണ്ടോ ഇല്ലയൊന്നും അറിയില്ല, കണ്ടാലേ ശാലിനെ അറിയാലോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമ അകത്തൊക്കെ പോയി നോക്കുമ്പോ രാഘവേട്ടനെ കാണുന്നില്ല. മുകളിലെ നിലയിലും എല്ലായിടത്തും തിരയുന്നുണ്ട്, എവിടെയും തന്നെ കാണാതെ ആകെ പേടിച്ച് താഴേക്ക് വരിക. എന്നാൽ ഈ വിവരം ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ശ്യാമ താഴെ മകൾക്ക് ഭക്ഷണം കൊടുക്കണേ. അപ്പോഴായിരിക്കും സത്യഭാമ ആകെ ടെൻഷനോട് കൂടി പൊന്നി എന്ന് വിളിച്ചു വരുന്നത്. അപ്പോഴേക്ക് പൊന്നിയും കിച്ചണിന്ന് പുറത്തേക്ക് വരണേ. എന്താ സത്യമ്മേ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ ശ്യാമ വയ്ക്കും, എന്താ കാണാത്ത സത്യമ്മേ? രാഘവേട്ടൻ ഇവിടെ ഒന്നും കാണുന്നില്ല എന്നിങ്ങനെ ആകെ ടെൻഷനിൽ പറയുന്നത് കേട്ടുകൊണ്ട് വിഷ്ണുവും താഴേക്ക് വരികയാണ്. അങ്ങനെ രാഘവേട്ടനും എവിടെ പോയെന്ന് ആർക്കും തന്നെ ഇപ്പൊ അറിയില്ല. ആരോടും പറയാതെ എങ്ങോട്ട് പോയെന്നറിയാത്ത ഒരു ടെൻഷനിലാണ് ഭാമ. ഇനി ഭാമ വിഷ്ണുവിനോട് പറയുന്നത് കേട്ടിട്ട് ശാലിനിയെ കണ്ടെത്താൻ രാഘവേട്ടൻ തന്നെ എങ്ങോട്ടേലും പോയതാണോന്നും നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാട്ടോ. അപ്പോൾ പ്രമുഖ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്